നടയ്യ നീയും ചെയ്യോടാ. നാളുകൾ പോയാലും ഈ സൗഹൃദം ഒരുപാടു ചിറകുകളായി തന്നോളം പകരാൻ ഈ സൗഹൃദം പോലെ ഒന്നായി നമുക്ക് പടരാൻ പരവശം തേടേ എന്നാളും നിധി പോലെ കാത്തോളാം ഇനിയും തോൽക്കാതെ മുന്നോട്ടു ഈ സൗഹൃദം. മിഴികൾ നിറയുന്ന ക്ഷണങ്ങൾ മറവില്ലാതെ വിളിക്കുന്നതായി നാൾ മിഴിവുകൾ പകരുന്ന പൊൻതരത്താൽ മനസ്സിലോ താളമിടുന്ന സ്നേഹവഴി. ഇറങ്ങി വേണോ? ഇത് കണ്ടോ പിന്നെ മോൻ ചെയ്ത ചവണി. ബിനോയ്, നീ ഒന്ന് അടങ്ങി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതാണോ ഇതിനൊരു പരിഹാരമാക്കിട്ട് ഞാൻ പോകും. ബിനോയ്, നീ ഇവിടെ നിൽക്ക്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരാം. ബിനോയ്, ഇതാടാ വെക്കടാ. തൽക്കാലത്തൊക്കെ ഞാൻ ഇപ്പം പോകുന്നു. നിറവിൽ നിറയാനീ സൗഹൃദം വനതാരിൽ നിന്നും ഉണർവായി പിരിയാതെ എന്നാളും വിഴിവാർന്നൊരു നിലവിൽ എന്നും ഒന്നായിടാ സൗഹൃദം ഒരു നക്ഷത്രം പോലെ വിഴിവാർന്ന വെളിച്ചമോരായുസേ മറവില്ലാതെ മനസ്സിൽ നീല നിൽക്കാം ഒറ്റയായും ഒരുമയായിടാ ചിരിച്ചു. ബാക്കിയുള്ളവരെ എവിടെയില്ലേ? ആനേടുണ്ട് കപ്പറ്റപ്പടിയില്. ഞാൻ അങ്ങോട്ട് വരാം. എവിടെയാ പോന്നു മോനെ? കപ്പറ്റപ്പടിയാ പോന്നെ. മോനെ ആടെ നിൽക്ക്, ഞാനും കൂടി വരുന്നു. ഒരു സാധനം മേടിക്കാനുണ്ട് ടൗണിൽ പോയിട്ട്.
എന്റെ പുതിയ ഫോൺ ഇറക്കി എത്ര സെക്കൻഡാ? ഹലോ എന്താച്ചാ? ഇത് അച്ഛനല്ല, അച്ഛന് ആക്സിഡന്റ് പറ്റിയിട്ട് അനന്തപുരി ഹോസ്പിറ്റലിൽ ഉള്ളത്. അച്ഛനെ കൊണ്ട് ഞാൻ വന്നതാ. നീ ഉള്ളേ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം. അച്ഛൻ ആക്സിഡന്റ് വാ. എന്താ പറ്റിയേ? നേരത്തെ നീ എന്നെ ടൗണിൽ ഇറക്കിയല്ലേനോ, എന്നിട്ട് ഞാൻ റോഡ് മുറിച്ച് കിടക്കല്ലേനു. എന്നാലും ഒരു വണ്ടി വന്ന് തട്ടിയതാ. എവിടെ സ്ഥലം? കപ്പലപ്പടിയന്റെ തൊട്ട വേക്കില് കപ്പറ്റപ്പൂരിന്റെ ബാക്കിലായിട്ട് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ല. ഞാൻ കുറെ കാലമായിട്ട് കർണാടകത്തിലാണ്. ചങ്ങായിമാർക്ക് എനിക്ക് ഇവിടെ കാര്യമായ ചങ്ങായിമാർ ആരുമില്ല. ഞാൻ നീ നാളെ മുതൽ നമ്മളപ്പുറം കൂടിക്കോ. എങ്ങോട്ടേക്കാ? കൊഞ്ചിരുക്കര പോണേ. നമ്മളെ ഈ ബന്ധമായിട്ട് വീട്ടിലറിഞ്ഞാല് വീട്ടുകാരനാ എന്താ പ്രശ്നം? വീട്ടിലറിഞ്ഞാൽ അല്ലേ ചെയ്യല എന്റെ ആയിട്ട് നിന്ന് വെച്ചേക്കൂല. നിന്റെ ആട്ടനാ എന്നെയാ ഒരു ചുക്കും ചെയ്യൂല. ഹലോ ഹലോ, ആരേനു? ഞാനാ ഉണ്ണിയാടാ. കാര്യം പറ. നീ സുബിനെ സൂക്ഷിച്ചോ, എപ്പോഴും നിന്റെ പെങ്ങളെ പുറകെ തന്നെയാണ്. എടാ ഇന്ന് പടത്തിന് പോയല്ലോ. അടിപൊളിയായിട്ട് ഏതാ ഉണ്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. രണ്ടും പോണം, അതാ പ്രശ്നം. എടാ നീ ഇന്ന ചെറുപ്പത്തിലേ നീ കണ്ണട ഇട്ടിട്ടാണല്ലോ ഇതിന്റെ നീ കണ്ണ് പൊട്ടണ നീ. ചെറുപ്പത്തിൽ ഒരു അപകടം നടന്നു. അതിനുശേഷം എന്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നമാണ്, ഒരു കാഴ്ചക്കുറവ്. അതിനുശേഷം ഞാൻ കണ്ണിടുന്നു. നമ്മള് പുറത്തൊരു ഒറ്റ ടീമിന് കൂട്ടണ്ട. പുറത്തൊരു ഒറ്റ ടീമിൽ കൂടി കഴിഞ്ഞാൽ വേറെ പ്രശ്നം അമ്പ ഉണ്ടാവും, അറിയാവും. നീ എന്തിനാടാ എന്റെ മംഗള ബാക്കിൽ നടക്കുന്നത്? എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാടാ. വേലയും കൂലി ഇല്ലാണ്ട് തെണ്ടി നടക്കുന്ന നീയാ. എനിക്ക് അറിയേണ്ട ആവശ്യമില്ലടാ അത്. ഞാൻ അത് ചുക്കും ചെയ്യില്ലടാ. നിന്നെ ഞാൻ എടുത്തോളാടാ. എടാ സുബിനെ നീ എവിടെ എത്തി? ഞാനിതാ ബൈക്ക് പോയിട്ട് കനാൽ കരയില്. ഹലോ ഹലോ,
എണീക്കടാ, നീ എന്നെ കണ്ണു തുറന്ന് നോക്ക്. നീ എന്തിനാണ് ഈ സുബിനോട് ഇത് ചെയ്തത്? നിന്റെ പെങ്ങളെ അവൻ അത്രക്ക് സ്നേഹിച്ചോണ്ടാ? ഞാനല്ല, അനക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആരടാ? ഞാൻ ഓൻ്റെ കാര്യമെല്ലാം വീട്ടിൽ പറഞ്ഞ് സെറ്റ് ചെയ്താ, പിന്നെ എനക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഇന്ന് ഞാനൊരു ഫ്രണ്ട്സ് സിനിമ കണ്ടിനെ. എൻ്റെ കുറേ ടി വിയിൽ വന്നിട്ടത്. അത് കണ്ട അതിൻ്റെ ജഗദീൻ്റെ ഒരു കോമഡി ഉണ്ട്. ഞാൻ ചിരിച്ചിട്ട് മരിച്ചിന് അത് കണ്ടിട്ട്. നീ എന്തിനാടാ അവനോട് ഇങ്ങനെ ചെയ്തേ? നിങ്ങൾക്കറിയാവാ ഞാൻ എന്തുകൊണ്ടാണ് ആ കൂളിംഗ് ഗ്ലാസ് ഇട്ട് നടക്കുന്നത്? അവനല്ലേ, അവൻ എനിക്ക് ചെറുപ്പത്തിൽ ഓൻ തന്ന സമ്മാനാണ്. അതിനുശേഷം എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം പിന്നെ മാറിയിട്ടില്ല.